आमीन। हमारे चारों ओर काफी बार काफी घटनाओं को जब हम सुनते हैं, मन में काफी बार निराशा की बातें आ जाते हैं, लेकिन परमेश्वर सारी बातों को नियंत्रण करता है। इसके लिए परमेश्वर को धन्यवाद देता हूँ। ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിൽ നിരാശകൾ ഉണ്ടാകാറുണ്ടെന്നാലും കർത്താവ് സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാകുന്നുവല്ലോ. आमीन। जिस प्रकार हमने अभी सुना, उस परमेश्वर के दास आमीन उस दौड़ को पूरा करते हुए अपने यात्रा को समाप्त कर दिया। നമ്മൾ കേട്ടതുപോലെ ആ കർത്താവിന്റെ ദാസൻ തന്റെ ഓട്ടം തികച്ച് ആമേൻ തന്റെ ദേശത്ത് കടന്നുപോയി. आमीन। खास तौर से उनके परिवार को परमेश्वर तसल्ली और शांति और परमेश्वर के प्रेम से परमेश्वर ने भरने पाए। ആ പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവം അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. हालेलुया। परमेश्वर के नाम की महिमा होने पाए। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. आमीन। बुक ऑफ एक्सोडस चैप्टर 2 वर्सेस 11, आमीन। निर्गमन की किताब उसके दूसरे अध्याय उसके 11वीं आयत की ओर हमारे ध्यान हम लेकर आएंगे। പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രീമിനെ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിസ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. बस वहां पर बहुत ही सुपरिचित वचन के भाग हम यहाँ पर देख रहे हैं। വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. लेकिन परमेश्वर के वचन जब भी हम पढ़ते हैं, हम सीखते हैं, एक बात समझना जरूरी ये है कि परमेश्वर कभी भी एक परफेक्ट व्यक्ति को परमेश्वर की सेवकाई में इस्तेमाल करना नहीं चाहता है। എപ്പോഴും നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആമേൻ. നമ്മൾ ഒരു കാര്യം വാസ്തവത്തിൽ മനസ്സിലാക്കണം. സകലതും തികഞ്ഞ ഒരു വ്യക്തിയെ ആമേൻ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് ആമേൻ തിരഞ്ഞെടുക്കാറില്ല. God never uses a perfect person. I mean, सभी टैलेंट्स वाले या सभी बातों में बहुत ही तजुर्बा रखने वाले व्यक्तियों को शायद परमेश्वर कभी इस्तेमाल नहीं करता है। എല്ലാം തികഞ്ഞവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാറ്റിലും കഴിവിലും പ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ ചില സാഹചര്യങ്ങളൊന്നും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन संसार और कंपनीज काफी बार जब रिक्रूट करते हैं, आई मीन संसार देखते हैं कि क्या हम टैलेंटेड है, क्या हम स्ट्रॉन्ग है, क्या हम स्मार्ट है, आई मीन तो ही उन्हें रिक्रूट करते हैं. എന്നാൽ ഈ ലോകക്കാരും കമ്പനികളും ഒക്കെയും അവരൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജോലിക്ക് വേണ്ടി വെക്കുമ്പോൾ ഏറ്റവും കഴിവും പ്രാപ്തിയും ഉള്ള ഒരു വ്യക്തിയാണ് അവർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. I mean, आजकल तो और भी स्मार्ट लोगों को कंपनी ढूंढ रहा है. ഇന്നത്തെ കാലം വന്നെത്തിയിരിക്കുന്നത് കമ്പനികൾ ഏറ്റവും മിടുക്കന്മാരെയാണ് വെക്കുന്നത്. I mean, हम जिसको स्मार्ट बोल रहे थे वो सब पीछे हट गया है. നമ്മൾ പറയുന്ന മിടുക്കന്മാരുടെ ആ കൂട്ടരെല്ലാം ഇപ്പം പുറകിലായി अभी പോയിരിക്കുകയാണ്. AI का समय जब आ गया तो दूसरा स्मार्ट लोग अभी आगे आना शुरू हो गया है. AI ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും മറ്റുള്ളവരൊക്കെ ഈ സ്മാർട്ട് മിടുക്കന്മാരെന്ന കൂട്ടത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ്. संसार के नजरों में आज का स्मार्ट कल कभी स्मार्ट नहीं रहेंगे. ലോകത്തിന്റെ കണ്ണിൽ ഇന്ന് മിടുക്കന്മാർ ഒരുപക്ഷെ നാളെ മിടുക്കന്മാരായിരിക്കണമെന്നില്ല. लेकिन परमेश्वर कभी भी एक स्मार्ट व्यक्ति को नहीं ढूंढ रहा है. എന്നാൽ ദൈവം ആമേൻ കുറെ മിടുക്കന്മാരെ അല്ല നോക്കുന്നത്. लेकिन परमेश्वर देखता है यदि एक व्यक्ति टूटा हुआ है, उससे वो आमीन उस बातों को करने के लिए, कार्यों को करने के लिए यदि उसमें कोई गुण नहीं है, ऐसे व्यक्तियों को परमेश्वर चुनता है. എന്നാൽ ദൈവം നോക്കുമ്പോൾ ആമേൻ ചില കാര്യങ്ങൾക്ക് യാതൊരു പ്രാപ്തിയുമില്ലെന്ന് ചിന്തിക്കുന്ന, യാതൊരു കഴിവുമില്ലെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. हालेलुया.
प्रेज़ लॉर्ड, परमेश्वर ऐसा चुनता है, इसके लिए मैं परमेश्वर को धन्यवाद देता हूँ। ദൈവം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. इसके लिए मैं भी आपके सामने बैठा हूँ। അതുകൊണ്ടാണ് എനിക്കും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാകുന്നത്. यदि परमेश्वर स्मार्ट लोगों को ढूंढता तो मैं कभी भी आपके सामने नहीं आता था। ഒത്തിരി മിടുക്കന്മാരെ മാത്രം ദൈവം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ആമേൻ ദൈവദാസ് നിങ്ങളുടെ മുന്നിൽ ഇരിപ്പാൻ കഴിയുകയില്ലായിരുന്നു. हालेलुया। परमेश्वर सबसे कमजोर व्यक्तियों को या निर्बल को परमेश्वर ढूंढता है, क्योंकि परमेश्वर अपना बल हमारे अंदर देना चाहता है। കർത്താവ് ശക്തിയില്ലാത്തവരെ, ബലഹീനരെ, ആമേൻ കഴിവിൽ കുറഞ്ഞവരെ ഒക്കെ തിരഞ്ഞെടുത്ത് തന്റെ ശക്തി നമ്മിൽ പകർന്ന് നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. परमेश्वर अपने वचनों में हमें वही सिखाने का कोशिश कर रहा है कि जो निर्बल है उसको बल देने वाला परमेश्वर है। ദൈവത്തിന്റെ വചനവും നമ്മെ അത് തന്നെയാ പഠിപ്പിക്കുന്നത്. ബലഹീനന് ബലം നൽകുന്ന ഒരു ദൈവം. हालेलुया। यहाँ पर मूसा नाम का व्यक्ति, जिन्होंने मिस्रईम में सबसे अच्छा एजुकेशन किया और सबसे अच्छा हर एक ट्रेनिंग से होकर गया वो एक व्यक्ति रहा करके हम परमेश्वर के वचन में देखते हैं। മോശയെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നു. മോശയെ കുറിച്ച് നമ്മൾ അറിയണം, അവൻ മിസ്രയീമിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും എല്ലാ കഴിവും പ്രാപ്തിയും പഠിച്ച് പ്രാപിച്ചവനാണ് മോശ. जानने के लिए प्रेरितों के काम उसके 7वें अध्याय उसके 22वें आयत को हम पढ़ेंगे। एक्ट्स चैप्टर 7 वर्सेस 22 हम जल्दी से देखेंगे। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. हालेलुया। उस मिस्रईम का सबसे अच्छा एजुकेशन उन्होंने प्राप्त किया, और वहां पर खास तौर से लिखा है कि बोली में बड़े स्मार्ट व्यक्ति रहा करके वहां पर बताया गया है। അവിടെ നമ്മൾ വായിച്ചു, മോശയ്ക്ക് മിസ്രയീമിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിപ്പ് ലഭിച്ചു. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, വാക്കിൽ താൻ സമർത്ഥനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. He was powerful in speech and action. बोली में और कार्यों को करने में बड़े सामर्थी व्यक्ति रहा करके मूसा के बारे में बताया गया है। അവിടെ വാക്കിലും തന്റെ പ്രവർത്തികളിലും സമർത്ഥനായിരുന്നു മോശ എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. कारण है हम भी आज हमारे बच्चों को अमेरिका में भेजते हैं सबसे अच्छा एजुकेशन उन्हें प्राप्त करने के लिए। കാരണമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളും ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളും അയക്കുന്നവരാണ്. सबसे अच्छा यूनिवर्सिटी कौन सा है हम ढूंढते हैं, और वहां पर हम हमारे बच्चों को भेजना चाहता है। ഏറ്റവും നല്ല സർവകലാശാല അന്വേഷിച്ച് നമ്മൾ അവിടെ അവരെ പഠിത്തത്തിന് വിടുന്നവരാണ്. क्योंकि वो और भी स्मार्ट बन जाए, और भी पावरफुल बन जाए, और भी वो इक्विप्ड हो जाए, उसके लिए हम उन्हें उस जगह की ओर भेजने का कोशिश करते हैं। നമ്മുടെ മക്കൾ ഒന്നുകൂടെ കഴിവും പ്രാപ്തിയും ഉള്ളവരായി നല്ല മിടുക്കന്മാരാകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അവരെ പഠിക്കാൻ വിടുന്നത്. मूसा अभी संसार का सबसे अच्छा यूनिवर्सिटी, अच्छा एजुकेशन हब में मूसा को भेजा जा रहा है। ഇവിടെ മോശയെയും ഇപ്പം അയക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും നല്ല ലോക പ്രശസ്തമായ നല്ല വിദ്യാഭ്യാസം പ്രാപിക്കാനാണ്. मिस्रईम सबसे अच्छा एजुकेशन हब था करके हम जब हिस्ट्री पढ़ते वहां पर पता चलता है। മിസ്രയീമിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇടമായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. केवल वही नहीं, they were trained for the armed force. हर एक युद्ध के लिए भी उन्हें तैयार किया जाता है। അവരെ യുദ്ധത്തിന് വേണ്ടുന്ന ആയുധങ്ങളെ അഭ്യസിപ്പിക്കുന്ന, ആയുധങ്ങൾ ഉപയോഗിക്കാൻ അഭ്യസിപ്പിക്കുന്ന ശീലം കൂടിയുണ്ട്. लीडरशिप के लिए भी उन्हें ट्रेन किया जाता है। നല്ല നേതൃത്വത്തിനു വേണ്ടി അവരെ ശീലിപ്പിക്കാറുണ്ട്. उन्हें बोलने के लिए सिखाया जाता है। അവരെ സംസാരിക്കാൻ പഠിപ്പിക്കാറുണ്ട്. इसके लिए हमने प्रेरितों के काम में पढ़ा कि वो निपुण रहा, हालेलुया, बोली में और एक्शन में वो निपुण रहा करके वहां पर बताया गया है। അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി വന്നു, സമർത്ഥനായി തീർന്നു. सोच कर देखिएगा, ऑक्सफोर्ड यूनिवर्सिटी या हार्वर्ड यूनिवर्सिटी में पढ़ने वाले एक व्यक्ति के बारे में हमारा एक्सपेक्टेशन बहुत बड़ा रहता है। നമ്മൾ കേട്ടിട്ടുള്ള പ്രശസ്തമായ സർവകലാശാല ഓക്സ്ഫോർഡ് പോലെയുള്ളതിൽ പഠിച്ചു ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലിയതായിരിക്കും. एमपी का यूनिवर्सिटी में पढ़ने वाला व्यक्ति और ऑक्सफोर्ड यूनिवर्सिटी में पढ़ने का बहुत ही बड़ा अंतर रहता है.
MP, MSU പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരും വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. हमारा एक्सपेक्टेशन भी बहुत ज्यादा रहता है. നമ്മുടെ പ്രതീക്ഷയും വളരെ വലുതായിരിക്കും. MP में डॉक्टरेट पढ़ने के बाद में भी इंजेक्शन क्या है उन्हें पता नहीं रहता है. ഒരുപക്ഷെ മധ്യപ്രദേശിൽ പഠിക്കുന്ന ഡോക്ടർമാർക്ക് പോലും ഇഞ്ചക്ഷൻ കൊടുക്കാൻ അറിയത്തില്ലെന്നുള്ളത് സത്യമാണ്. I mean नर्सेस को यदि एक मेडिसिन का नाम बोलेंगे तो वो ढूंढने लग जाता है कि क्या बोल रहा है, किस बात के बारे में यहाँ पर बता रहा है. ഇവിടുത്തെ നഴ്സുമാരോടൊരു മരുന്നിന്റെ പേര് പറഞ്ഞാൽ അവരത് എന്താണ് മരുന്നാണെന്ന് പോലും മനസ്സിലാക്കാതെ അന്വേഷിക്കുന്ന ആളുകളാണ്. I mean टीचर से कहते हैं कि आप हिंदी में पढ़ाओ क्योंकि इंग्लिश हमें समझ में नहीं आता है. ടീച്ചർമാരോട് പറയുന്നത് നിങ്ങൾ ഹിന്ദിയിൽ പഠിപ്പിക്കുക, ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല. लेकिन मैंने आज तक नहीं देखा है कि मेडिसिन के ऊपर में हिंदी में लिखा हुआ सारे मेडिसिन के ऊपर इंग्लिश में लिखा जाता है. എന്നാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മരുന്നിന്റെ പുറത്ത് ഹിന്ദിയിൽ പേരെഴുതിയത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ये हिंदी में पढ़ के इंग्लिश में कैसा मेडिसिन देने वाले हैं? ഹിന്ദിയിൽ പഠിച്ച് ഇവരെങ്ങനെ ഇംഗ്ലീഷിൽ ഉള്ള മരുന്ന് വായിച്ചെടുക്കും? इसके लिए हम प्रार्थना करते हैं कि जब तक हम भोपाल में हैं कोई छोटा सा बीमारी भी नहीं होना चाहिए. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഭോപ്പാലിലുള്ള കാലത്തെങ്ങും ഒരിക്കലും ആശുപത്രിയിൽ പോകാൻ ഇടയാകരുതേ എന്ന്. हालेलुया, क्योंकि मेडिसिन कौन सा देने वाले उनको ही नहीं पता है. മരുന്ന് ഏതാ തരുന്നതെന്ന് അവർക്ക് തരുന്നവർക്ക് തന്നെ അറിയത്തില്ല. हालेलुया, ऐसा हमें बेस्टोर्ड एक सिचुएशन हो गया है. हालेलुया, लेकिन सोचकर देखिएगा ऑक्सफोर्ड या हार्वर्ड यूनिवर्सिटी में पढ़ने वाले व्यक्ति का उसका टैलेंट वो बहुत ही स्मार्ट रहेगा. हर एक बातों को करने के लिए बड़ा निपुण व्यक्ति रहेगा वो. എന്നാൽ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർക്ക് അവരെ കുറിച്ചുള്ള പ്രതീക്ഷയും നമുക്ക് വലുതായിരിക്കും. അവരുടെ നിപുണത, അവരുടെ കഴിവ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. मूसा को भी ऐसा ही अच्छा ट्रेनिंग मिला है और वो बड़ा निपुण व्यक्ति बन गया है. ഇവിടെ മോശയും അങ്ങനെ നല്ല വിദ്യാഭ്യാസവും നല്ല പരിശീലനവും ലഭിച്ച് കഴിവുള്ളവനായി നിൽക്കുകയാണ്. हालेलुया, और जब ऐसा एक पीक टाइम में है तब उन्होंने सोचा कि मैं अपने लोगों से जाकर थोड़ा हालेलुया प्रेस्टोड मिलकर आ जाऊं. ഇങ്ങനെ ആ കഴിവിന്റെ മൂർധന്യാവസ്ഥയിൽ അതിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മോശയ്ക്ക് ഒരു ചിന്ത ഉണ്ടാകുന്നത്, എന്റെ ജനത്തെ ഒന്ന് പോയി കാണണം. हालेलुया, वो मदद करने के लिए वहां पर गया था. ആ सहाയം ചെയ്യാനായിട്ടാണ് മോശ പോയത്. लेकिन प्रेस्टोड पता नहीं चला कि वो मदद करने का वो अनुभव उसके लिए बहुत बड़ा एक ट्रैप बन सकता है. ഈ സഹായത്തിന് പോയത് അവൻ ഒരു കെണിയായി തീരുമെന്ന് മോശ ഒരിക്കലും ചിന്തിച്ചില്ല. जब तक परमेश्वर का समय नहीं आएगा तब तक हम परमेश्वर के स्थान लेने का कोशिश ना करिएगा. ദൈവത്തിന്റെ സമയം വരാത്തിടത്തോളം നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തെ ഓവർടേക്ക് ചെയ്യാൻ ഇടയാകരുത്. हालेलुया, मैं सेवकाई का उस अनुभव में काफी बातें उस प्रकार सीखने के लिए परमेश्वर सहायता किया है. കർത്താവിന്റെ ശുശ്രൂഷയിൽ പല കാര്യങ്ങളും ഇങ്ങനെ പഠിക്കുവാൻ ഇടയായിട്ടുണ്ട്. जब तक परमेश्वर एक व्यक्ति को मदद करना नहीं चाहता है उस समय में हम परमेश्वर की जगह पर खड़े होकर मदद करने का कोशिश ना करिएगा, हम भी पराजित हो जाएंगे. നമ്മൾ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ദൈവം അവനെ സഹായിക്കാൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് കയറി അവനെ സഹായിക്കാൻ പോയാൽ നമുക്ക് അതിനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. मुझे गलत तरीके से आप कभी ना लेना. നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. मैं जब बता कर आता हूँ आपको तब समझ में आ जाएगा. ഞാൻ പറഞ്ഞു വരുന്നത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. अरे परमेश्वर अपने कार्य अपने लोगों के लिए करने के लिए और 40 साल बचा हुआ है. ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഇനിയും ഒരു 40 വർഷത്തെ സമയമുണ്ട്. अपने पिता अब्राहम से ऑलरेडी कहा हुआ एक समय है और उस समय तक परमेश्वर कुछ कार्य नहीं करने वाला है. തന്റെ പൂർവ്വ പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്ത ഒരു സമയം വരെ ദൈവത്തിന് സമയമുണ്ട്. हालेलुया, लेकिन मूसा ने सोचा कि ये अपने लोगों को छुड़ाने का एक अच्छा मौका है. എന്നാൽ മോശ വിചാരിച്ചത് ജനത്തെ പുറപ്പെടുവിക്കുവാൻ അല്ലെങ്കിൽ ജനത്തെ വിടുവിക്കുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കുമോ? क्योंकि मुझे एक अच्छा ट्रेनिंग मिला है, अब मैं निपुण हो गया है, मैं बोल भी सकता हूँ, मैं युद्ध भी लड़ सकता हूँ, मैं जो करना है मुझे यहाँ पर मिस्र में एक अच्छा पदवी भी है. यदि मैंने कुछ बात
बात बोल दिया लोग सुनने के लिए और मानने के लिए भी तैयार हो जाएंगे। മോശ വിചാരിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, നല്ല പരിശീലനമുണ്ട്, എന്റെ പ്രവർത്തികളും വാക്കുകളും എല്ലാം ഞാൻ സമർത്ഥനായി തീർന്നു, ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ രണ്ടുപേരെന്നെ അംഗീകരിക്കും, കാരണം എനിക്കൊരു നല്ല പദവിയും ഇവിടെയുണ്ട്. हालेलुया। लेकिन परमेश्वर का समय जब तक नहीं आएगा तब तक आपका पदवी वो यूजलेस हो जाएगा। എന്നാൽ ദൈവത്തിന്റെ സമയം ആയിട്ടില്ല എങ്കിൽ നമ്മുടെ പദവികളെല്ലാം വെറുതെയായി പോകും. हालेलुया। हमारा हर एक पोजीशन या हमारे निपुणता सब कुछ वेस्ट हो जाएगा यदि परमेश्वर का समय नहीं आया है। നമ്മുടെ പദവിയും നമ്മുടെ കഴിവുകളും നിപുണതയും പ്രാപ്തിയും എല്ലാം വെറുതെയായി പോകും, ദൈവത്തിന്റെ സമയം വന്നില്ല എങ്കിൽ. अपने लोगों को मदद करने के लिए गया था, लेकिन मदद करने के कारण उसे ही अपना देश छोड़कर जाना पड़ गया। സ്വന്തം ജനത്തെ, സ്വന്തം സഹോദരന്മാരെ സഹായിക്കാൻ പോയവൻ അത് കണിയായി തീർന്നു, അവൻ ദേശം വിട്ടു പോകേണ്ടതായി വന്നു. अरे मूसा एक बात बोल दिया तो फरवो भी सुनने के लिए तैयार हो जाता है। ഒരുപക്ഷെ മോശ ഒരു കാര്യം പറഞ്ഞാൽ ഫറവോൻ പോലും അത് അംഗീകരിക്കുമായിരുന്നു. कि हमें राजमहल में वो रहता है, उसे वहां पर लोग सुनने के लिए हमें उसकी निपुणता देखने के लिए लोग तैयार होकर खड़े हुए हैं। ആളുകൾ അവനെ അംഗീകരിക്കുമായിരുന്നു, അവന്റെ വാക്കുകളും ഒക്കെയും ആളുകൾ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നു. लेकिन अचानक से पूरा माहौल पलट रहा है और प्रेसोड जो पदवी में था उसे पदवी छोड़कर मिद्यान की ओर भागना पड़ रहा है। എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ചെറിയൊരു കാര്യത്തിനിടയ്ക്ക് കാര്യം സാഹചര്യങ്ങൾ മുഴുവനും മാറി മറിയുവാനിടയായി അവൻ ആ ദേശം വിട്ട് മിദ്യാനിലേക്ക് ഓടേണ്ടതായി വന്നു. अरे जाते जाते पापा मम्मी से भी बोल नहीं पाया कि मैं मिद्यान तक जा रहा हूँ। ഓടിപ്പോകുന്ന വഴിക്ക് സ്വന്തം മാതാപിതാക്കളോട് പോലും അവന് പറയാൻ പറ്റിയില്ല, ഞാൻ മിദ്യാന് പോകും. अपने बहन या अपने भाई अहरोन से भी कह नहीं पाया कि मैं देश छोड़कर जा रहा हूँ, बोलने का भी मौका नहीं मिला। സഹോദരിയോടോ തന്റെ സഹോദരനോടോ ആരോടും പറയാൻ കഴിഞ്ഞില്ല ഞാൻ ഓടിപ്പോവുകയാണ്. हालेलुया। अपने जान बचाने के लिए देश छोड़कर भागना पड़ रहा है। ജീവരക്ഷയ്ക്കായിട്ട് ദേശം വിട്ട് ഓടുന്ന അവസ്ഥ. अगले 40 साल तक मिद्यान में मरुभूमि में अपने जिंदगी को वो बिता रहा है। അടുത്ത 40 വർഷം മിദ്യാനിലെ മരുഭൂമിയുടെ അനുഭവത്തിൽ താൻ ജീവിതം ചെലവഴിക്കും. शायद अपने आप से पूछा होगा कि परमेश्वर मुझे क्यों इतना एजुकेशन दिया, क्यों इतना ट्रेनिंग दिया, मैं क्यों इतना तजुर्बा पाया था, लेकिन मिद्यान में आके अगर परमेश्वर भेड़ बकरियों को चलाना है तो स्कूल भी जाने का जरूरत नहीं था। മോശ ഒരു പക്ഷെ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു കാണും, ദൈവമേ ഇതിനായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇത്രയും പഠിപ്പിച്ചത്, ഇത്രയും പരിശീലിപ്പിച്ചത്, ഇത്രയും കഴിവും പ്രാപ്തിയും തന്നത് ഇവിടെ ആടുകളെ മേയ്ക്കാനാണോ? हालेलुया। सोचकर देखिएगा, हालेलुया, कितना निराशा के अनुभव से मूसा होकर गया होगा। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്ര നിരാശപ്പെട്ട് മോശയുടെ ജീവിതം കഴിഞ്ഞു കാണും. उसकी उम्मीदें पूरा टूट गया। ना तो पापा मम्मी का फोन आता है, कोई टेलीग्राम आता है, कोई मैसेज भी नहीं है, किसी से कोई वार्तालाप नहीं हो रहा है। हालेलुया। और पेरेंट्स भी सोचा है कि मेरा बेटा मर गया है। ആ മോശയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, താൻ നിരാശയിൽ ആണ്ട് കാണും. ആമേൻ, തന്റെ മാതാപിതാക്കളുമായി ഒരു ബന്ധമില്ല, സഹോദരങ്ങളുടെ അന്വേഷണമില്ല, ആമേൻ, യാതൊരു ബന്ധങ്ങളും എങ്ങോട്ടുമില്ലാത്ത ഒരു വല്ലാത്ത അനുഭവം. परमेश्वर के अलावा किसी को नहीं पता है कि मूसा जिंदा है। മോശ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്റെ ബന്ധുമിത്രാദികൾക്കോ മാതാപിതാക്കൾക്കോ അറിയത്തില്ല, ദൈവത്തിന് അറിയാം മോശ ജീവനോടുണ്ട്. हालेलुया। प्रेज द लॉर्ड। परमेश्वर को पता है तो कोई और यदि नहीं पता है तो भी ठीक है। ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ പിന്നെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പ്രയാസമില്ല. हालेलुया। प्रेज द लॉर्ड। मूसा को उस मिद्यान में 40 साल बिताना पड़ गया। 40 വർഷം മോശ മിദ്യാനിൽ ചെലവഴിച്ചു, भेड़ बकरियों को चला रहा है। ആടുകളെ മേയിച്ചു. लेकिन मैं हर एक समय सोचता हूं कि मिद्यान में भी कितने बार शत्रुएं आया होगा, लेकिन शत्रुओं के हाथों में गिरने परमेश्वर ने नहीं दिया। ചിന്തിക്കുകയായിരുന്നു, മോശയ്ക്ക് വിരോധമായ എത്രയോ പ്രാവശ്യം ശത്രു ഒരു പക്ഷെ പോരാടി കാണും, പക്ഷെ അവിടെ ഒന്നും അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. जंगली सांप वहां पर है लेकिन कोई हानि होने नहीं दिया। അവിടെ ഒരു പക്ഷേ വന്യമൃഗങ്ങളും പാമ്പുകളും ഒക്കെ കാണുമായിരിക്കാം, എന്നാൽ ദൈവം അതിൽ നിന്നും ഒക്കെ മോശയെ സൂക്ഷിച്ചു. हालेलुया। वो परमेश्वर को देख नहीं पा रहा, लेकिन परमेश्वर का नजर हर एक समय मूसा के ऊपर है। ഒരുപക്ഷെ മോശ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ദൃഷ്ടി മോശയുടെ മേലുണ്ട്. हालेलुया। हम काफी बार परमेश्वर से पूछते हैं लेकिन काफी बार जवाब नहीं मिलता है, लेकिन परमेश्वर का नजर तो हमारे ऊपर निरंतर है। പല സാഹചര്യങ്ങളിലും നമ്മൾ ചോദിക്കുന്ന ചിലതിന്റെ ഒന്നും ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേളിൽ ഉണ്ട്.
हालेलुया, प्रेज़ द लॉर्ड। परमेश्वर हमें संभालते हैं, इसके लिए आज भी हम उसके हाथों में सुरक्षित है। ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്നും സുരക്ഷിതരാണ്. हालेलुया। यहाँ पर प्रेज़ द लॉर्ड परमेश्वर अब जब 40 साल पूरा हो गया तब मूसा से मिलने के लिए आ रहा है। അവിടെ 40 വർഷം പൂർത്തിയാകുന്ന സമയമായപ്പോൾ ദൈവം പിന്നെയും മോശയെ കാണാൻ വന്നു. तीसरे अध्याय में जब हम आते हैं वहां पर अपने प्रेज़ द लॉर्ड हालेलुया फादर इन लॉ इत्रो का भेड़ बकरियों को चला रहा है करके वहां पर बताया गया है। 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു മിദ്യാനിലെ പുരോഹിതനായ തന്റെ അമ്മായിയപ്പൻ ഇത്രോവിന്റെ ആടുകളെ മോശ മേയിച്ചു കൊണ്ടിരുന്നു. हालेलुया। दूसरे आयत में हम पढ़ते हैं कि परमेश्वर का दूत वहां पर मूसा के सामने प्रकट होता है। അവിടെ 2-ാം വാക്യത്തിൽ സ്വർഗ്ഗദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. हालेलुया, प्रेज़ द लॉर्ड। वहां पर उस बर्निंग बुश के अनुभव वहां पर देखते हैं। उस पेड़ आग से तो भरा हुआ है लेकिन वो राख नहीं बन रहा है। അവിടെ മുൾപടർപ്പ് കത്തുന്നുണ്ട് എങ്കിലും അത് ചാരമാകുന്നില്ല. उस समय में मूसा देखता है, मैंने अब तक जो भी पेड़ आग लगा हुआ देखा है सब कुछ राख हो गया था, लेकिन इसमें क्या इतना स्पेशलिटी है कि वो राख नहीं हो रहा है। ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള കത്തുന്ന സകല ചെടികളും കരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ഇതിനെന്താണ് ഈ പ്രത്യേകത എന്ന് നോക്കാൻ മോശ അടുത്ത് ചെന്നു. तीसरे आयत में उस बात लिखा गया है, 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, why the bush doesn't burn up करके वहां पर परमेश्वर से वो पूछ रहा है। മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കാൻ മോശ ചെന്നു. और फिर परमेश्वर मूसा को बुला रहा है। അതിനുശേഷമാണ് ദൈവം മുൾപടർപ്പിൽ നിന്ന് മോശയെ വിളിക്കുന്നത്. हे मूसा मूसा करके परमेश्वर इस मूसा को बुला रहा है। മോശെ മോശെ എന്ന് ദൈവം വിളിക്കുക. हालेलुया। लेकिन मूसा की खासियत यह है कि 40 साल से नहीं सुना है, लेकिन अब जब मैं सुनता हूं तभी भी मुझे पता है कि मेरा परमेश्वर मुझे बुला रहा है। മോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 40 വർഷം ദൈവം വിളിച്ചതായി ഒന്നും കേട്ടില്ല എങ്കിൽ പോലും 40 വർഷത്തിന് ശേഷം വിളിക്കുമ്പോഴും ദൈവമാണെന്ന് ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടായി. सोचकर देखिएगा, पिछले 40 साल से परमेश्वर की आवाज तक उसने नहीं सुना है। ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ 40 വർഷമായി ദൈവശബ്ദം ഒന്നും താൻ കേട്ടിട്ടില്ല. अरे मेरे से तो एक हफ्ता यदि परमेश्वर ने बातें नहीं किया तो घुटन महसूस होता है। ഒരാഴ്ച ദൈവം നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ श्वास വളരെ ഭാരം തോന്നാറുണ്ട്. हालेलुया। लेकिन मूसा से तो पिछले 40 साल से परमेश्वर बातें नहीं किया है। കഴിഞ്ഞ 40 വർഷമായി ദൈവം മോശയോട് സംസാരിച്ചിട്ടില്ല. क्या मसीह जिंदगी बिता पा रहा है। എന്തൊരു ജീവിതമായിരിക്കും. हालेलुया। परमेश्वर के साथ कोई वार्तालाप तक शायद नहीं हो रहा है, ദൈവവുമായി ഒരു പക്ഷേ സംസാരം പോലും നടക്കുന്നുണ്ടാകില്ല. लेकिन अब जब परमेश्वर ने बुलाया तब मूसा कहता है हियर आई एम, मैं यहाँ हूँ करके वो वहां पर अंगीकार कर रहा है। എന്നാൽ ഇവിടെ ദൈവം മോശയെ വിളിക്കുമ്പോൾ അവൻ ദൈവത്തോട് തിരിച്ചറിഞ്ഞ് സംസാരിക്കുക. अब जब 6 आयत में आते हैं परमेश्वर अपना परिचय इसे दे रहा है। 6-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ I പരിചയപ്പെടുത്തുകയാണ്. am the God of your father, the God of Abraham, the God of Isaac and the God of Jacob करके वो अपना पहचान मूसा को दिलवा रहा है। ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നിന്റെ പിതാവിന്റെ ദൈവവുമാകുന്നെന്ന് ദൈവം തന്നെ പരിചയപ്പെടുത്തുക. हालेलुया। प्रेज़ द लॉर्ड। तेरे सामने कौन आया हुआ है वो पहचान परमेश्वर मूसा को दे रहा है। നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ദൈവം ആരെന്നുള്ള ഒരു പരിചയം, ഒരു വെളിപ്പെടുത്തൽ മോശയ്ക്ക് ലഭിക്കുക. हालेलुया। तब वो परमेश्वर के सामने घुटनों के बल गिरकर परमेश्वर को वो वंदना कर रहा है। അവിടെ അവൻ ദൈവം മുമ്പാകെ കുമ്പിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. हालेलुया। फिर परमेश्वर कुछ बातों को मूसा से कह रहा है। പിന്നീടാണ് ദൈവം മോശയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. हालेलुया। तब परमेश्वर कुछ नए कार्यों को करने के लिए परमेश्वर से चुनने वाला अनुभव उस अध्याय में हम पढ़ते हैं। ആ അധ്യായത്തിൽ നമ്മൾക്കറിയാം ചില പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോശയുടെ മേൽ വരുന്ന ഒരു തിരഞ്ഞെടുപ്പ്. हालेलुया। परमेश्वर जब चुनता है, मूसा कहता है परमेश्वर आपने जो बोला सुनने के लिए अच्छा लगता है, लेकिन मेरा सब टैलेंट्स खत्म हो गया है, अब मेरा रिटायरमेंट का टाइम हो गया है। ഇത് കേട്ട പാടെ മോശ പറയുകയാണ് ദൈവത്തോട്, ദൈവമേ നീ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേൾക്കുവാൻ, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് പ്രാപ്തിയില്ല, എന്റെ സകല കഴിവുകളും
ലീവുകളും തീർന്നിരിക്കുന്നു, എനിക്കിനി ജോലിയിൽ നിന്ന് പിന്മാറ്റം മതി. हालेलुया। 80 साल की उम्र में किसी को यदि बुलाता है तो क्या अवस्था उसका हो सकता है। 80 വയസ്സിൽ ഒരു വിളി ലഭിച്ചാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? हालेलुया। आज 40 साल की उम्र में बुलाएगा तो भी बड़ा मुश्किल हो जाता है। ഇന്നത്തെ കാലത്ത് 40 വയസ്സുള്ളവരെ ദൈവവേലയ്ക്ക് വിളിച്ചാൽ പോലും ഇറങ്ങാൻ പ്രയാസം. हालेलुया। हम कितना जिद कर देते हैं परमेश्वर के सामने, ദൈവം മുമ്പാകെ എത്ര വാശി പിടിക്കുന്നവരാ നമ്മൾ. लेकिन यहाँ पर तो 80 साल की उम्र में उसको बुला रहा है। എന്നാൽ 80ാമത്തെ വയസ്സിലാ മോശയെ വിളിക്കുന്നത്. हालेलुया। तब जब उसे बुलाता है तब अपने उसके कमजोरियों को परमेश्वर के सामने वो कबूल कर रहा है। ദൈവം ഇപ്പോൾ മോശയെ വിളിക്കുന്നു. അവൻ തന്റെ ബലഹീനതകളെല്ലാം ദൈവത്തോട് പറയുക. उसका पूरा कॉन्फिडेंस यहाँ पर खत्म हो गया है। അവന്റെ സകല ധൈര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. तीसरे अध्याय के 10 और 11 आयत को हम जल्दी से पढ़ेंगे। 10-11 വാക്യങ്ങൾ. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട്, ഫറവോന്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. आमीन। प्रेज द लॉर्ड। आइए निकलो, मैं फरवोन के पास तुझे मैं भेजने जा रहा हूँ। നീ ഇറങ്ങിത്തിരിക്കുക, നിന്നെ ഞാൻ ഫറവോന്റെ അടുക്കൽ അയക്കും. लेकिन वो कहता है कि मैं अभी कौन हूँ फरवो के पास जाने के लिए। എന്നാൽ മോശ പറയുക, ഇനി ഫറവോന്റെ അടുക്കൽ പോകാൻ ഞാൻ എന്തുള്ളൂ. लेकिन परमेश्वर उसके 12वें आयत में कहता है, हालेलुया, आई विल बी विथ यू। हालेलुया, तू अकेला नहीं जा रहा है, बल्कि मैं तेरे साथ हूँ, मैं तुझे अगुवाई देकर चलाने वाला हूँ। എന്നാൽ 12ാം വാക്യത്തിൽ ദൈവം പറയുക, നീ തനിയെ പോകണ്ട, ഞാനും നിന്നോട് കൂടെ വരാമെന്ന് ദൈവം പറയുക. हालेलुया। परमेश्वर ने यदि कहा कि मैं तेरे साथ आऊंगा तो हम कभी भी वहां पर पराजित होने के लिए परमेश्वर अनुमति नहीं देगा। ദൈവം നമ്മുടെ കൂടെ ഒരു ആമൻ എവിടെയെങ്കിലും വരാമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നമ്മൾ പോയാൽ അവിടെ പരാജയം ഒരിക്കലും വരികയില്ല. हालेलुया। यहाँ पर वो कहता है कि अब मैं बातें करने में निपुण नहीं हूं, मेरा जीव तुतलापन जैसा हो गया है। हालेलुया, अब मैं पहले जैसे बातें कर नहीं पाऊंगा। അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, ഞാനിപ്പോൾ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ മിക്കനും തടിച്ച നാമുള്ളവനുമാകുന്നു. आमीन। प्रेज़ द लॉर्ड। लेकिन हालेलुया, प्रेरितों के काम उसके 7वें अध्याय उसके 22वें हमने क्या पढ़ा था कि वो बोली में बड़े सामर्थी है करके हमने वहां पर देखा है। എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 7:22 നമ്മൾ എന്താ വായിച്ചത്? അവൻ വാക്കിൽ സമർത്ഥനും നിപുണനുമായിരുന്നു എന്ന് നമ്മൾ വായിച്ചു. हालेलुया। जहां पर प्रेज़ द लॉर्ड वो उसके लिए ट्रेनिंग मिला गया था, उसी बात में वो कहता है कि अब मैं तुतलापन है, बातें करने में बड़ा मुश्किल हो गया है। ഏത് കാര്യത്തിൽ അവൻ നിപുണനായിരുന്നോ കഴിവും പ്രാപ്തിയുമുള്ളവൻ എന്ന് പറഞ്ഞോ ആ കാര്യത്തിലാണ്, അതേ കാര്യത്തിലാണ് അവൻ ഇപ്പോൾ ദൈവം മുമ്പാകെ സമ്മതിക്കുന്നത്, എനിക്ക് ഇതിനകത്ത് യാതൊരു കഴിവുമില്ല. हालेलुया। प्रेज़ द लॉर्ड। उस 4वें अध्याय उसके 10वें आयत को हम जल्दी से देखेंगे। 4-ാം അധ്യായത്തിന്റെ 10. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ മിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. हालेलुया। मुझे जीव में तुतलापन के अनुभव है, अब मैं ठीक से बातें तक कर नहीं पा रहा हूँ। ഞാൻ വിക്കനാണ്, എനിക്ക് നല്ലതായി സംസാരിക്കാനുള്ള സാമർത്ഥ്യമില്ല. प्रेरितों के काम में बताया था कि मूसा was trained for that। वो बोलने में निपुण बनने के लिए उसको स्पेशल ट्रेनिंग मिला गया था। നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചത് മോശയ്ക്ക് വാക് സാമർത്ഥ്യം ഉണ്ടാകാൻ അവനെ പരിശീലിപ്പിച്ചെടുത്തവനായിരുന്നു. जहां पर वो ट्रेनिंग में एक्सीलेंट होकर बाहर आया था, उसी बात में वो कहता है कि अब तो मैं बोल भी नहीं पा रहा हूं, मेरा जिंदगी अब खत्म होने का समय है। ഏത് വിഷയത്തിൽ അവൻ പ്രാപ്തി ഉള്ളവനായി എടുക്കപ്പെട്ടോ അതേ വിഷയത്തിൽ കഴിവില്ലാത്തവനായി പ്രാപ്തിയില്ലാത്തവനായി അവൻ മാറുകയാണ്. हम भी काफी बार ऐसे हैं। നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ हम വരാറില്ലേ? जब विश्वास में आए थे, परमेश्वर को जब हम जाने थे, हमारा आराधना का अनुभव इतना सामर्थ्य था कि हम परमेश्वर के चरणों में आने के लिए, आराधना करने के लिए हमारे अंदर वो बड़ा आग्रह भरा हुआ रहता था। നമ്മുടെ ചില ആത്മീക അനുഭവങ്ങളും ഇതുമായിട്ട് താരതമ്യം ചെയ്താൽ ക്രിസ്തുവിനെ അറിഞ്ഞ കാലത്ത് ദൈവത്തെ ആരാധിക്കുന്ന ആത്മീക അനുഭവം എത്ര ശ്രേഷ്ഠമായിരുന്നു. लेकिन प्रीस्ट रोड में
पिछले दिन मेरे कलीसिया में बोल रहा था ये बातें कहीं पर चर्चा ना करे। हालेलुया, प्रेज़ लॉर्ड। मैं कह रहा था कि शायद जिंदगी का इस मरुभूमि यात्रा में सभी का जीव बड़ा तुतलापन जैसा हो गया है। നിങ്ങളുടെ ഈ നീണ്ട വർഷങ്ങളിലെ മരുഭൂമി യാത്രയിൽ പലരുടെയും നാവിന് തടിപ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിപ്പാനിടയായി. पहले जब मसीह में आए थे इतना आराधना था, इतना परमेश्वर के लिए हालेलुया चिल्ला चिल्लाकर आराधना करते थे, लेकिन आज तो हालेलुया मुंह खोलना भी बड़ा मुश्किल हो गया है। ദൈവത്തെ അറിഞ്ഞ സമയത്ത് ആ ഉഷാറും ആരാധനയും ഉറക്കെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കത്തു പോലുമില്ല. कभी कभी हम तंग हो जाते हैं, कहता है कि अब थोड़ा तो मुंह खोलिएगा, थोड़ा तो परमेश्वर को आराधना करो। जबरदस्ती करना पड़ता है, फिर वो थोड़ा सा मुंह खोलेगा, फिर दोबारा बंद हो जाता है। ചില സാഹചര്യങ്ങളിൽ വളരെ നിർബന്ധിച്ച് പറഞ്ഞ് ഒന്ന് വാ തുറന്ന് രണ്ട് സ്തോത്രം പറയും, പിന്നെയും വാ അതുപോലെ അടച്ചു വെക്കും. हालेलुया, काफी बातें याद आ रहा है, लेकिन ये सब कुछ रिकॉर्डिंग में है, इसके लिए बोलने के लिए थोड़ा डर लग रहा है। പല കാര്യങ്ങളും പറയണമെന്നുണ്ട്, പക്ഷെ റെക്കോർഡിംഗ് ആയതുകൊണ്ട് പേടിയാണ്. हालेलुया, प्रेज़ द लॉर्ड, हालेलुया। जबरदस्ती करना पड़ रहा है, थोड़ा आराधना करो, हमें थोड़ा प्रार्थना करो, मुंह खोलो, परमेश्वर को थोड़ा धन्यवाद दो। जबरदस्ती करना पड़ रहा है। ദൈവത്തെ ആരാധിക്കാനായി നിർബന്ധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇച്ചിരി കൂടെ സ്തോത്രം പറ, ഒന്നുകൂടെ പാട്ടുപാട്, വാ തുറന്ന് സ്തോത്രം ചെയ്യ. വല്ലാത്ത ഒരു കാലം अरे വന്നിരിക്കുകയാണ്. पहले तो कोई आराधना करे या ना करे, हम तो परमेश्वर की आराधना कर लेते थे। പണ്ട് കാലത്ത് ആരും ആരാധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആരാധിക്കുമായിരുന്നു. कोई ताली बजा रहा है या नहीं मुझे कुछ नहीं है, लेकिन मैं तो परमेश्वर को ताली बजाकर आराधना करूंगा। ആരും കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും ഒന്നും എനിക്ക് വിഷയമല്ല, ഞാൻ കൈയടിച്ച് ദൈവത്തെ लेकिन ആരാധിക്കുമായിരുന്നു. आज यदि किसी ने ताली बजाया तो ऐसा दिखता है कि जैसा उसने बड़ा पाप कर लिया है। ഇന്ന് ആരെങ്കിലും കൈയടിച്ച് പാടിയാൽ അവൻ എന്തോ കുറ്റം ചെയ്തതുപോലെ നോക്കുന്നവരാ നമ്മൾ. यदि किसी ने अन्य भाषा बोला तो उसको इतना घूर के देखता है ताकि वो कल कभी अन्य भाषा भी ना बोले। ഒരുത്തൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാൽ അവനെ ഒന്ന് നോക്കി പേടിപ്പിക്കും, നാളെ പിന്നെ ഒരിക്കലും പറയരുത്. हालेलुया, आजकल तो हम बड़े बड़े प्रोफेसर बन गए हैं। हम देख रहे हैं कि वो ताली जो बजा रहा है वो अच्छा बजा रहा है, ठीक ठाक चल रहा है, देखने के लिए हम बैठे हुए हैं। നമ്മളെല്ലാവരും ഇന്ന് പ്രൊഫസർമാരായിരിക്കുകയാണ്, എല്ലാവരെയും നോക്കി കാണുകയാണ്, അവൻ നന്നായിട്ടാണോ കൈയടിക്കുന്നത് ആരാധിക്കുന്നതെന്ന് നോക്കല് മാത്രമേ ഉള്ളൂ. हालेलुया, मुझे आप गलत ना लेना। हालेलुया, हम जब आराधना करते हैं लोग शायद वीडियो ऑफ करके बैठे होंगे, देखते अरे आज तो पास्टर साहब का आराधना उतना ठीक नहीं हुआ, अरे आज वो उतना मजा नहीं आया, है ना। हालेलुया, हम उसका मजा हो रहा है या नहीं देखने के लिए बैठे हैं, हम आराधना कर नहीं पा रहे हैं। നമ്മളും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ, ആമേൻ. ആരാധന നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇന്നത്തെ ദേവദാസന്റെ ആരാധന ശരിയായില്ല, ആ പണ്ട് പാടുന്ന പോലെ വന്നില്ല, ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അത് നമ്മൾക്ക് കഴിവും പ്രാപ്തിയും ഉള്ളതുപോലെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണോ? आराधना के लिए आए हैं तो मिलकर परमेश्वर की आराधना करने के लिए हम बैठे हुए हैं। ദൈവത്തെ ആരാധിക്കാൻ വന്നവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. अरे वॉल्यूम ऊंचा है या नीचा है, वो सुर अच्छा हो रहा है या नहीं, ये देखने के लिए हम नहीं हुआ है, बल्कि ये मरुभूमि यात्रा में हमारा बुद्धि ऐसा शैतान ने बदल दिया है कि आज हम आराधना कर नहीं पा रहा है, बल्कि हम देख रहे हैं कि आराधना सब ठीक ठाक चल रहा है या नहीं। നമ്മൾ ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ബുദ്ധി ഇങ്ങനെ തിരിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ നാവ് തടിപ്പുള്ളവരായി മാറരുത്. വെറുതെ ആരാധിക്കാതെ ആരാധന കാണുവാനും ആരാധിക്കുന്നവരെ നോക്കുവാനുമുള്ള ശീലത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. We are called to worship the Lord. हमें बुलाया गया है परमेश्वर की आराधना करने के लिए. ദൈവത്തെ ആരാധിപ്പാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. किसी का आराधना ठीक हो रहा है या नहीं देखने के लिए नहीं बुलाया है, बल्कि हम परमेश्वर की आराधना करने के लिए हम बुलाए गए हैं. മറ്റുള്ളവന്റെ ആരാധന ശരിയാകുന്നുണ്ടോ എന്ന് നോക്കാൻ വിളിച്ചതല്ല നമ്മളെ ആരെയും, നമ്മൾ തന്നെ ദൈവത്തെ ആരാധിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. वो देखने के लिए परमेश्वर है, वो देख लेंगे, हमें तो आराधना करने के लिए बुलाए गए हैं. അതിന്റെ നോട്ടം ദൈവം ആമേൻ ചെയ്യുന്നുണ്ട്, ദൈവം അത് ചെയ്തുകൊള്ളും, നമ്മൾ ആരാധിച്ചാൽ മതി. काफी बार हमारा कॉन्फिडेंस भी खत्म हो गए हैं. हम कहते हैं कि अरे भैया प्रार्थना करो, वो कहते हैं कि पास्टर मैं प्रार्थना करूंगा तो सच में क्या परमेश्वर सुनेगा क्या? हालेलुया, कॉन्फिडेंस खत्म हो रहा
है। നമ്മൾക്ക് ദൈവത്തിലുള്ള ധൈര്യവും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവദാസനെ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ്. हमें पहले समयों में जब वो प्रार्थना करता था, स्वर्ग से आग उतरता था, परमेश्वर की उपस्थिति उसका भरपूरी अनुभव कर पाते थे। लेकिन आजकल तो कॉन्फिडेंस भी खत्म हो गया है। प्रार्थना करने के लिए बोलेगा तो 2 बार वो सोचना शुरू करता है। പണ്ട് പ്രാർത്ഥിച്ച് തീയിറക്കിയവരാ, പക്ഷെ ഇന്ന് പ്രാർത്ഥനയുടെ ധൈര്യമെല്ലാം പോയി. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ 2 വട്ടം ചിന്തിച്ച് ദൈവം കേൾക്കുമോ എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന അനുഭവമാണ്. पहला यूहन्ना उसके 5वें अध्याय उसके 14th आयत की ओर जल्दी हमारा ध्यान हम लेकर आएंगे। 1 John chapter 5 verses 14 हम जल्दी देखेंगे। 1 യോഹന്നാൻ 5:14 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ये मेरा हिम्मत है कि उसकी इच्छा के अनुसार यदि मैं कुछ भी मांगूंगा तो वो मेरा प्रार्थनाओं को सुनेगा करके वो मेरा उसकी ओर का हिम्मत है। അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും യാചിച്ചാൽ അവൻ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. आज सुबह वो कॉन्फिडेंस होना बहुत जरूरी है। ആ ധൈര്യം നമ്മൾക്കുണ്ടാകട്ടെ. मूसा कहता है कि खुदा मुझसे नहीं हो पाएगा, मेरा सारा तजुर्बा खत्म हो गया है, मेरा काबिलियत सब कुछ खत्म हो गया है, अब तो मुझ में वो निपुणता नहीं है। वो परमेश्वर के सामने अंगीकार कर रहा है। ഇവിടെ മോശ വന്ന് ദൈവത്തോട് പറയുക, ദൈവം എന്റെ കഴിവും പ്രാപ്തിയും എല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ എനിക്ക് ഇതിനൊന്നും കഴിവില്ല. हालेलुया। लेकिन परमेश्वर उसके उस इम्परफेक्टनेस को परमेश्वर इस्तेमाल करना चाहता है। എന്നാൽ അവന്റെ കഴിവില്ലായ്മയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. हालेलुया। याकूब को इस्तेमाल किया हुआ एक परमेश्वर है। യാക്കോബിനെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്. राहाब को इस्तेमाल किया हुआ एक परमेश्वर है। രാഹാബിനെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്. दाऊद को इस्तेमाल किया हुआ एक परमेश्वर है। ദാവീദിനെ ഉപയോഗിച്ച ദൈവമുണ്ട്. प्रेरित पत्रोस जब यीशु को 3 बार इनकार किया, फिर भी परमेश्वर ने उसी प्रेरित पत्रोस को इस्तेमाल करने के लिए तैयार हो गया। 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞ അപ്പോസ്തലനായ പത്രോസിനെ ഉപയോഗിച്ച ഒരു ദൈവമുണ്ട്. हालेलुया। टूटे हुए लोगों को परमेश्वर अपने हाथों में लेकर इस्तेमाल करना चाहता है। തകർന്ന് ഉടഞ്ഞു പോയവനെ ദൈവത്തിന് അവന്റെ കരങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. अरे आपकी काबिलियत तो परमेश्वर को नहीं चाहिए, നമ്മുടെ കഴിവും പ്രാപ്തിയും ദൈവത്തിന് ആവശ്യമില്ല. आपका इन्फ्लुएंसेस परमेश्वर को नहीं चाहिए, നമ്മുടെ സ്വാധീനങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല. आपका बैंक बैलेंस परमेश्वर को नहीं चाहिए। നമ്മുടെ ബാങ്കിലുള്ള പണം ദൈവത്തിന് ആവശ്യമില്ല. हालेलुया। आपके तजुर्बा भी परमेश्वर को नहीं चाहिए। നമ്മുടെ അനുഭവ പരിചയങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല. आप केवल कहने के लिए तैयार है कि खुदा मैं टूटा हुआ व्यक्ति हूँ, मैं निर्बल हूँ, खुदा मैं तुझे तेरे हाथों में मैं अपने आप को देना चाहता हूँ। परमेश्वर ऐसे व्यक्तियों को उठाकर इस्तेमाल करना चाहता है। എന്നാൽ കേവലം ദൈവം മുമ്പാകെ നമ്മൾ സമ്മതിക്കട്ടെ, ദൈവമേ ഞാൻ തകർന്നു മുടഞ്ഞും പോയ കഴിവും പ്രാപ്തിയും നഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞ ദൈവകരങ്ങളെ കാണിരിക്കാമെങ്കിൽ ദൈവം നമ്മളെ എടുത്തുപയോഗിക്കാൻ. हालेलुया। अपने आप पर कॉन्फिडेंस ना रखिएगा, हमें बल देने वाला एक परमेश्वर है, उस पर हमारा कॉन्फिडेंस हम रखने पाए। നമ്മളിൽ തന്നെ ഒരിക്കലും ആശ്രയിക്കരുത്. സകലത്തിന്റെ ബലത്തിന്റെയും ഉടയവനായ ദൈവത്തിൽ ശരണപ്പെട്ടാൽ ദൈവം നമ്മെ वो ഉപയോഗിക്കും. निर्बल को बल देने वाला परमेश्वर है। ബലഹീനനെ ബലം നൽകുന്ന ദൈവം. हालेलुया। प्रेरित पौलुस से परमेश्वर कहता है, हमें तेरे बलहीनताओं में मेरा सामर्थ्य तेरे लिए काफी है। പൗലോസിനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി നിന്നെ ബലപ്പെടുത്തുന്നു, അത് തികഞ്ഞു വരുന്നു. हालेलुया। My power is made perfect in your weakness। आपकी बलहीनता में मेरा सामर्थ्य तुझे परफेक्ट बनाने वाला है। എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിന്നെ തികഞ്ഞവനാക്കുന്നു, നിന്നെ ബലപ്പെടുത്തുന്നു. हालेलुया। तो सामर्थ्य मेरा नहीं, परमेश्वर का मुझ पर होना बहुत जरूरी है। അതുകൊണ്ട് ശക്തി എന്റെ ബലമല്ല, ആമേൻ, ദൈവത്തിന്റെ ശക്തി എന്നെ ബലപ്പെടുത്തേണ്ടത് ആവശ്യം. हमारा कॉन्फिडेंस हमारे ऊपर नहीं बल्कि परमेश्वर पर होना जरूरी है। നമ്മുടെ ധൈര്യം നമ്മുടെ കഴിവുകളിലല്ല, നമ്മുടെ ധൈര്യം ദൈവം കേൾക്കുന്നു, ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിലായിരിക്കും. बुलाए हुआ परमेश्वर विश्वास योग्य परमेश्वर है। വിളിച്ച ദൈവം വിശ്വസ്തനാണ്. अंत तक वो हमें संभालने के लिए विश्वास योग्य परमेश्वर അന്ത്യം है। വരെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. यहाँ पर निर्गमन की किताब में हालेलुया जब मूसा को बुलाया, मूसा जब भी इनकार करता है, परमेश्वर कहता है तू मत डर, मैं तेरे साथ हूं। I am with you, I am with you। बार बार परमेश्वर मूसा से कह रहा है कि
तू अकेला नहीं है, मैं तेरे साथ हूँ। ആ പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവം വിളിച്ച ശേഷം മോശെ എത്ര പ്രാവശ്യം ആമേൻ അവിടെ പറഞ്ഞു എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. അപ്പോഴെല്ലാം ദൈവം തന്നെ ബലപ്പെടുത്തുകയാണ്, ഇല്ല മോശെ നീ തന്നെയല്ല, നിന്റെ കൂടെ ഞാനുണ്ട്, ഞാൻ പ്രവർത്തിക്കാം, ഞാൻ വരാം എന്ന് പറഞ്ഞ് ദൈവം തന്നെ ബലപ്പെടുത്തുകയാണ്. उस तीसरे अध्याय को आप आराम से पढ़ लेना। वहां पर काफी बार परमेश्वर ने कहा है कि आई एम विथ यू, मैं तेरे साथ हूं, तू अकेला नहीं है, तू नहीं कर रहा है, बल्कि मैं तेरे साथ हूं करके उसे हियाव दिलवा रहा है। മൂന്നാം അധ്യായത്തിൽ പലവട്ടം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്തുന്നു. आज हमारा कॉन्फिडेंस परमेश्वर पर होने पाए। നമ്മുടെ ധൈര്യം ആമേൻ ക്രിസ്തുവിലാകട്ടെ. हालेलुया। परमेश्वर परफेक्ट व्यक्ति को नहीं ढूंढ रहा है, बल्कि जो समर्पण के साथ आने के लिए तैयार है, उसे परमेश्वर आज ढूंढ रहा है। എല്ലാം തികഞ്ഞവനെ അന്വേഷിച്ച് ദൈവം ഇന്ന് വന്നിട്ടില്ല, എന്നാൽ ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് സമർപ്പിക്കുന്നവരെ അന്വേഷിച്ച് ദൈവം തന്നെ ഉപയോഗിക്കാനായി ആഗ്രഹിക്കുന്നു. जब परमेश्वर के समय नहीं आया है तब आप कार्यों को करने का कोशिश ना करें, लेकिन जब परमेश्वर का समय आता है तब आप चुपचाप भी ना बैठे, तब परमेश्वर के लिए आप इस्तेमाल होने के लिए तैयार है। वो सारे असंभव को संभव करने वाला परमेश्वर है। ദൈവത്തിന്റെ സമയം വന്നിട്ടില്ല എങ്കിൽ ഒന്നും ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കരുത്. ദൈവത്തിന്റെ സമയം വരുമ്പോൾ നമ്മൾ കഴിവും പ്രാപ്തിയും ഇല്ലെങ്കിൽ പോലും ദൈവകരങ്ങൾ ഏൽപ്പിച്ചാൽ ദൈവം നമ്മളെ ഉപയോഗിപ്പാനിടയാകും. इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थनाओं में उठाए रखिएगा। आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है। थैंक यू वंस अगेन। गॉड ब्लेस यू ऑल। आमेन।